ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. ഋഷിമാർ എല്ലാവരും കൂടി സൂതനോട് ചോദിക്കുകയാണ് ദേവി മഹാത്മ്യത്തെ പറ്റി. അപ്പം അദ്ദേഹം പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടു. ഇന്ന് നമ്മൾ കേൾക്കാൻ പോണത് വസുദേവരുടെ ദേവി ഭാഗവത മഹാത്മ്യ ശ്രവണത്തെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രസേനനെ തേടിപ്പോയ കണ്ണനെ കാണാണ്ട് ആകെ ആദ്യ പിടിച്ചിരിക്കുന്ന വസുദേവരിലാണ് അല്ലേ. പിന്നെ അതിന്റെ ബാക്കിയാണ് കേൾക്കണത്. വളരെയധികം ശ്രദ്ധാപൂർവം ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം കേട്ടോ. ഋഷിമാര് പറയാണ്, കൃഷ്ണൻ പ്രസേനനെ തേടി നടന്നതും വസുദേവർക്ക് മകനെ തിരികെ കിട്ടിയതുമായ കഥകൾ പറഞ്ഞാലും ആരാണ്, എങ്ങനെയാണ് വസുദേവർക്ക് ഈ പുരാണം പറഞ്ഞു കൊടുത്തത്? കൃഷ്ണൻ പ്രസേനനെ തേടിപ്പോയ കഥ മുൻപൊരിക്കലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കഥ വ്യക്തമായിട്ട് അറിയാത്തവര് ആ ഒരു കഥ കേൾക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള രൂപം മനസ്സിലാവും കേട്ടോ. ഇവിടെ ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഋഷിമാർ ഇവിടെ ഈ ഒരു ചോദ്യം ചോദിച്ചത് സൂതമുനിയോടാണ്. ഇത് കേട്ട സൂതമുനി മറുപടി പറയാണ്, അക്കാലത്ത് സത്രജിത്ത് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ഭക്തനിൽ സംപ്രീതനായിട്ടുള്ള സൂര്യഭഗവാൻ രാജാവിന് സെമന്തകം എന്ന പേരായിട്ടുള്ള ഒരു മണിരത്നം നൽകുകയുണ്ടായി. അങ്ങനെ സത്രജിത്ത് മണിയും കഴുത്തിൽ കെട്ടിയിട്ടിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാറുള്ളത്. സൂര്യ തേജസ്സാണ് ആ മണിക്കുള്ളത്. അതുകൊണ്ട് വളരെയധികം പ്രഭാപൂരിതാണ് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു മണി. ഇത് മാത്രമല്ല കേട്ടോ, സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന ഒരു രത്നം തന്നെയാണ് ഈ സെമന്തക രത്നം. ഇനിയിപ്പോൾ ഈ സെമന്തക രത്നം ആരുടെ അടുത്താണോ ഇരിക്കണേ, ദിവസവും 8 ഭാരം സ്വർണം താനെ വന്നു ചേരും എന്നുള്ളതാണ് മറ്റൊരു നിബന്ധന. അപ്പോൾ ഇതുകൊണ്ട് സർവ്വ ഐശ്വര്യ പ്രദാനം ചെയ്യണ ഒരു രത്നമാണ് സൂര്യഭഗവാൻ തൻ്റെ ഭക്തനായിട്ടുള്ള സത്രജിത്തിന് കൊടുത്തിട്ടുള്ളത്. അത് അദ്ദേഹം കഴുത്തിലിട്ടുകൊണ്ട് നടക്കണമുണ്ട്. സത്യജിത്തിന്റെ കഴുത്തിൽ ഈ സൂര്യപ്രഭയോടുകൂടി കിടക്കുന്ന സെമന്തകം കണ്ട് അമ്പരന്ന ജനങ്ങള് ഈ ദിവ്യരത്നത്തിന്റെ കാര്യം പോയിട്ട് നമ്മുടെ കൃഷ്ണനോട് പറഞ്ഞു. ഇതൊക്കെ കേട്ടറിഞ്ഞ കൃഷ്ണൻ ചർച്ചയ്ക്കായിട്ട് സഭയിലേക്ക് ചെല്ലുകയുണ്ടായി. കൃഷ്ണൻ സത്രാജിത്തിനെ കണ്ടതും ഒന്ന് കളിയാക്കി ഇങ്ങനെ പറഞ്ഞു, അതാ സൂര്യൻ വരണു. അല്ലല്ല, അത് സൂര്യൻ നൽകിയ മണിരത്നം മാത്രമാണ്. എന്നിട്ട് ഭഗവാൻ ഒന്ന് ചിരിക്കുകയും കൂടി ചെയ്തു. പൂർത്തിയായി. അങ്ങനെ ഇരിക്കെ ഒരു നാൾ പ്രഭാപൂരിതമായിട്ടുള്ള ഈ മണിയും കഴുത്തിലിട്ടിട്ട് സത്രാജിത്തിന്റെ അനുജനായിട്ടുള്ള പ്രസേനൻ നായാട്ടിനായിട്ട് കുതിരപ്പുറത്തൊക്കെ കയറി കാട്ടിലേക്ക് യാത്രയായി. കാട്ടിലൊരു സിംഹം രാജാവിനെയും അശ്വത്തെയും കൊന്ന് ആ മണിയും കടിച്ചു പിടിച്ച് ആ കാട്ടിനകത്തേക്ക് പോയി. ആ കാട്ടിൽ കഴിഞ്ഞിരുന്ന വാനര ശ്രേഷ്ഠനായിരുന്ന ജാംബവാൻ സിംഹത്തെ കൊന്ന് സെമന്തക രത്നം കൈക്കലാക്കുകയും ചെയ്തു. തൻ്റെ ഗുഹയിൽ കൊണ്ടുപോയിട്ട് ആ രത്നം തൻ്റെ മകന് കളിക്കാനായിട്ട് കൊടുത്തു. അങ്ങനെ ഇപ്പോൾ സെമന്തക രത്നം ഇരിക്കുന്നത് നമ്മുടെ ജാംബവാന്റെ മകന്റെ കയ്യിലാണ്. മകൻ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് സെമന്തക രത്നവും വെച്ചിട്ട്. ഇതേ സമയത്ത് നാട്ടിലാണെങ്കിൽ നായാട്ടിന് പോയ പ്രസേനൻ തിരിച്ചു വന്നിട്ടില്ല. അനുജന്റെ ദിവ്യമണി കൈക്കലാക്കാനായിട്ട് ആരെങ്കിലും കൊന്നു കാണുന്നൊരു ഭയം സത്രജിത്തിന്റെ മനസ്സിലുണ്ടാവുകയാണ്. കൃഷ്ണന് സെമന്തകത്തിൽ പണ്ടേ തന്നെ ഒരു നോട്ടം ഉണ്ടായിരുന്നു എന്നും പ്രസേനനെ കൊന്നത് കൃഷ്ണനാണെന്നും പെട്ടെന്നൊരു കിംവദന്തി നാട്ടിൽ മൊത്തം അങ്ങനെ പടരേണ്ടേ. കൃഷ്ണനാണെങ്കിൽ ആകെ നാണക്കേടായി. ഈ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പൊ എല്ലാം എൻ്റെ തലയിലായി എന്നുള്ളൊരു മട്ടായി. തന്റെ നിഷ്കളങ്കത തെളിയിക്കേണ്ടത് ഭഗവാന്റെ ആവശ്യമാണല്ലോ. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു, ഭഗവാന്റെ സൈന്യത്തെയും കൂട്ടിയിട്ട് കാട്ടിലേക്ക് പോവുകയുണ്ടായി. കാട്ടിൽ ചെന്നപ്പോൾ ഉണ്ട് പ്രസേനന്റെ കൊന്നിട്ടിരിക്കുന്ന അവശിഷ്ടങ്ങൾ കണ്ടിരിക്കണു. കാട്ടിൽ സിംഹം നടന്നുപോയ കാൽപ്പാട്, ചോരയുള്ള കാൽപ്പാട് കാണുന്നു. അതിനെ പിന്തുടർന്ന് പോയി ഒടുവിൽ അങ്ങനെ നടന്ന് കൃഷ്ണൻ ജാംബവാന്റെ ഗുഹയുടെ വാതിൽക്കൽ ചെന്നെത്തി. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടും കൃഷ്ണൻ പറഞ്ഞു, നിങ്ങളിവിടെ കാത്തു നിൽക്കുക, ഞാനിപ്പോൾ ഗുഹയിൽ കയറിയിട്ട് വരാമെന്ന് പറഞ്ഞ് കൃഷ്ണൻ ഒറ്റയ്ക്ക് ഗുഹയിലേക്ക് കയറി പോവുകയും ചെയ്തു. ഒരു കുട്ടി കുരങ്ങൻ രത്നം കൊണ്ട് കളിക്കുന്നത് കണ്ട കൃഷ്ണൻ അത് അവനിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. സാക്ഷാൽ ജാംബവാൻ ആ സമയത്ത് ഗുഹയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഗുഹയുടെ ഉള്ളറയിൽ നിന്നും പുറത്തു വന്നു. പിന്നെ അവിടെ രണ്ടുപേരും തമ്മിൽ വലിയ യുദ്ധമായി. 27 ദിവസം നീണ്ടു നിന്ന മല്ലയുദ്ധം. അങ്ങനെ യുദ്ധം ഇങ്ങനെ നീണ്ടു പോവാണ്. പുറത്താണെങ്കിൽ കൃഷ്ണനെയും കാത്ത കൃഷ്ണന്റെ സൈന്യം നിൽപ്പുണ്ട്. അവർ നോക്കുമ്പോൾ കൃഷ്ണൻ പുറത്തേക്ക് വരുന്നത് കാണാനില്ല. അപ്പൊ ആരെയും പുറത്തു വരുന്നത് കാണാത്തത് കൊണ്ട് കൃഷ്ണൻ ഗുഹയിൽപ്പെട്ട് മരിച്ചു കാണുന്ന കരുതാണ് ആ സൈന്യം. അങ്ങനെ 12 ദിവസം കഴിഞ്ഞപ്പോൾ കൃഷ്ണന്റെ പരിവാരങ്ങളൊക്കെ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. കൊട്ടാരാണെങ്കിലോ ഈ വാർത്ത കേട്ടിട്ട് ആകെ ദുഃഖപൂരിതമായിട്ട് മാറി. വസുദേവർക്ക് വല്ലാണ്ട് സങ്കടമായി. അപ്പോഴാണ് നമ്മുടെ നാരദര് അവിടേക്ക് വരുന്നത്. രാജാവിന്റെ ദുഃഖകാരണം അന്വേഷിച്ചു നാരദര്. പ്രസേനന്റെ കഥയും ഗുഹയിൽ കൃഷ്ണൻ കയറിയതും ഒക്കെ രാജാവ് നാരദനോട് പറയുകയാണ്. ഇത്ര നാളായിട്ടും എൻ്റെ മകൻ മടങ്ങി വന്നിട്ടില്ല. എങ്ങനെയാണ് ഇനി ഞങ്ങൾക്ക് അവനെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ വസുദേവരുടെ ചോദ്യം.
അപ്പോൾ നാരദൻ പറഞ്ഞു, പുത്രനെ കണ്ടു കിട്ടാൻ ദേവി ഉപാസന ചെയ്യണം. അത് നന്മയിലേക്ക് നയിക്കും എന്നുള്ള കാര്യം നിശ്ചയാണ്. സച്ചിദാനന്ദ സ്വരൂപിണിയും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് പ്രഭാവം നൽകുന്നവളുമായ ദേവി സംസാര ബന്ധത്തെ തീർക്കാൻ സാധകനെ സഹായിക്കുന്നു. 9 ദിവസം കൊണ്ട് നവാഹായിട്ട് ദേവി ഭാഗവതം പഠിക്കുക. അത് കഴിയുമ്പോഴേക്കും അങ്ങയുടെ പുത്രൻ വന്നു ചേരുമെന്ന് നാരദര് പറയാണ്. വസുദേവർ പറയാണ്, അങ്ങിപ്പോൾ ഓർമ്മിപ്പിച്ചത് കൊണ്ടൊരു കാര്യം പറയാം. എനിക്ക് ദേവിയുടെ അനുഗ്രഹം മുൻപ് തന്നെ ഉണ്ടായിട്ടുണ്ട്. 8ാമത്തെ ദേവകിയുടെ പുത്രൻ തന്നെ വധിക്കുന്ന ഭയമായിരുന്നല്ലോ കംസൻ ഉണ്ടായിരുന്നത്. ആ കാരണം കൊണ്ട് കംസൻ ഞങ്ങളെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയുണ്ടായി. ഞങ്ങൾക്കുണ്ടായ കുട്ടികളെ ഒക്കെ അയാൾ വകവരുത്തി. 6 കുട്ടികളും അങ്ങനെ കൊല്ലപ്പെട്ടപ്പോൾ ദേവകിക്ക് വ്യസനം സഹിക്കാൻ പറ്റാണ്ടായി. ഞാൻ ഉടനെ തന്നെ ഗർഗമുനിയെ കാരാഗ്രഹത്തിലേക്ക് വരുത്തി ദേവകിയുടെ ദുഃഖം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ദുർഗയെ പൂജിക്കുകയാണെങ്കിൽ നമ്മുടെ അഭീഷ്ടങ്ങളെല്ലാം സാധിക്കും എന്നാണ്. എനിക്ക് ആ കാരാഗ്രഹത്തിൽ വെച്ച് പൂജിക്കാൻ മാർഗമില്ലാത്തതിനാൽ ഗർഗമുനിയോട് തന്നെ എനിക്ക് വേണ്ടി പൂജകൾ ചെയ്യാനായിട്ട് ഞാൻ അപേക്ഷിച്ചിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് മാനസ പൂജ ചെയ്തു. വിന്ധ്യാപർവ്വതത്തിൽ മറ്റു മുനിമാരോടൊപ്പം ഗർഗമുനി വിപുലായിട്ട് തന്നെയാണ് ചണ്ഡി പൂജ നടത്തിയത്. പൂജയുടെ ഒടുവിൽ ആകാശത്ത് നിന്ന് ഒരു അശരീരി കേട്ടു. ഗർഗമുനി അശരീരിയുടെ വൃത്താന്തം എന്നെ കേൾപ്പിച്ചു. വസുദേവർക്ക് അഭിഷ്ടസിദ്ധി ഉണ്ടാവാനും ദേവകിയിൽ സാക്ഷാത് ഹരിയുടെ അവതാരം ഉണ്ടാകും എന്നുമായിരുന്നു ആ ശബ്ദം. കാരാഗ്രഹത്തിൽ ജനിക്കുന്ന കുട്ടിയെ ഗോകുലത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ യശോദ പ്രസവിച്ച കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വസുദേവർക്ക് നിയോഗം ഉണ്ടെന്നും കേട്ടു. കാരാഗ്രഹത്തിൽ ജനിച്ച കുഞ്ഞിനെ കംസൻ നിലത്തടിച്ചു കൊല്ലും മുമ്പ് അത് ആകാശത്തിലേക്ക് ഉയർന്നു പോയി ഭൂമിക്ക് ഹിതം ചെയ്യാൻ ആ കുട്ടി ദുർഗയായി നിലകൊള്ളുമെന്നായിരുന്നു മുനിപ്രവചനം. ഞങ്ങൾ അതീവ സന്തുഷ്ടരായി. അന്നു മുതൽ ദേവി ഭാഗവതം കേൾക്കാൻ എനിക്ക് വളരെയധികം ആശയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് സമയമായത്. അങ്ങ് തന്നെ എന്നെ ചൊല്ലിക്കേൾപ്പിക്കണം എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നാരദൻ നല്ലൊരു ദിവസത്തില് കഥ പറയാനായിട്ട് ആരംഭിക്കുകയാണ്. ഗണപതി സ്തുതിയും ദുർഗാ സപ്തശതി സ്തോത്രവും ചൊല്ലിയിട്ടാണ് പുരാണം തുടങ്ങുന്നത്. 9 ദിവസം മഹാമുനി നാരദനിൽ നിന്നാണ് വസുദേവര് ദേവി ഭാഗവതം ശ്രവിച്ചത്. മുനിയെ രാജാവ് പൂജിച്ച് ആദരിച്ചു. ആ സമയം ഗുഹയിൽ ജാംബവാൻ കൃഷ്ണന്റെ താടനമേറ്റ് കുഴഞ്ഞു വീണു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എഴുന്നേറ്റ് ബോധം വന്നപ്പോൾ ഭക്തിയോടെ കൃഷ്ണനെ തൊഴുതു. അങ്ങ് രാഘവൻ തന്നെയാണ്. അങ്ങയുടെ കോപത്തിൽ ലങ്കയും രാവണനും എല്ലാം തകർന്നതല്ലേ? രാമനും കൃഷ്ണനുമായ അങ്ങ് ആജ്ഞാപിക്കൂ, ഞാനത് ശിരസാ വഹിക്കാം എന്ന് പറയാണ് ജാംബവാൻ. ഇതും പറഞ്ഞു തൊഴുതു നിൽക്കണ ജാംബവാനെ കണ്ട് കൃഷ്ണൻ പറഞ്ഞു, താൻ സ്യമന്തകം കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതാണ്. ഇതറിഞ്ഞപ്പോൾ ജാംബവാൻ മണിരത്നത്തോടൊപ്പം തന്നെ തൻ്റെ പുത്രിയായിട്ടുള്ള ജാംബവതിയെയും കൃഷ്ണന് നൽകുകയാണ്. അങ്ങനെ കഴുത്തിൽ സെമന്തക മണിയും അണിഞ്ഞ് ജാംബവതിയുടെ കൈയും പിടിച്ച് കൃഷ്ണൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തി. ഭഗവതി നവാഹം കഴിഞ്ഞ് ദക്ഷിണ കൊടുക്കുന്ന സമയത്താണ് ഇരുവരും വരണത്. എല്ലാവരെയും അനുഗ്രഹിച്ച് നാരദൻ അവിടുന്ന് വിട വാങ്ങി. ഈ കഥ ആരൊക്കെയാണോ ഭക്തിയോടെ ചൊല്ലുന്നുവോ അവർക്ക് ലൗകിക സുഖവും അവസാനം മുക്തിയും ലഭിക്കും എന്നാണ് ഫലസ്തുതി. ശ്രീ സ്കന്ധപുരാണത്തിലെ മാനസഖണ്ഡത്തിലെ ദേവി മഹാത്മ്യം 2ാം അധ്യായം ഇവിടെ സമാപ്താവാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേ രാധേ.